നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി 3ാമത്തെ യൂണിറ്റ് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ഡോക്ടർ MS വല്യത്താൻ എഴുതിയ ഭഗീരഥ പ്രയത്നം എന്ന അനുഭവക്കുറിപ്പാണ് പാഠഭാഗം. ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. ഡോക്ടർ MS വല്യത്താൻ ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ MS വല്യത്താൻ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ മുൻ പ്രസിഡന്റും ഇന്ത്യ ഗവൺമെന്റിന്റെ ദേശീയ ഗവേഷണ പ്രൊഫസറുമായിരുന്നു. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറും മണിപ്പാൾ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. പിൽക്കാലത്ത് ആയുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പ്രയോക്താവായി തീരുകയും ചെയ്തു. ആയുർവേദത്തിലെ മൂലഗ്രന്ഥങ്ങളായ ചരക സംഹിത, ശുശ്രുത സംഹിത, വാഗ്ഭട സംഹിത എന്നിവയെ അധികരിച്ച് ഗ്രന്ഥരചന നടത്തുകയും ചെയ്തു. 1990 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. ഇന്ത്യയിലെ ആരോഗ്യ സാങ്കേതിക വിദ്യയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2005 പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. നിരവധി ഓണററി ബിരുദങ്ങളും ഫെലോഷിപ്പുകളും അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2024 അദ്ദേഹം അന്തരിച്ചത്. അനുബന്ധ വാക്യം വായിക്കാം. വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് പരാജയപ്പെടാതിരിക്കാനുള്ള മാർഗം. മനസ്സിൽ വ്യക്തമായ ലക്ഷ്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങളും പരാജയങ്ങളും വന്നാലും അവയെ പഠനങ്ങളാക്കി മാറ്റി മുന്നോട്ട് പോകാൻ കഴിയും. തീരുമാനമാണ് വിജയത്തിൻ്റെ തുടക്കം. ആ തീരുമാനം ഉറച്ചതായാൽ പരാജയം താൽക്കാലികമായിരിക്കും, അവസാനമല്ല. ഇതാണ് ഈ വരിയുടെ ആശയം. ഭഗീരഥ പ്രയത്നം എന്നത് മലയാളത്തിലെ ഒരു ശൈലിയാണ്. ഇതിന് പിന്നിൽ ഒരു പുരാണ കഥ കൂടിയുണ്ട്. ആരാണ് ഭഗീരഥൻ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു മലയാള ശൈലി രൂപം കൊണ്ടത് എന്നതിനെക്കുറിച്ച് കൂടി അറിയാം. സൂര്യവംശ രാജാവും അയോധ്യാധിപതിയുമായിരുന്ന ദിലീപന്റെ പുത്രനായിരുന്നു ഭഗീരഥൻ. ആകാശഗംഗയെ ഭൂമിയിലും പാതാളത്തിലും എത്തിച്ച് തൻ്റെ പൂർവികരായ സാഗരപുത്രന്മാർക്ക് മോക്ഷം ലഭിക്കാൻ നിരവധി ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചു. ഇതിനായി നിരവധി വർഷങ്ങൾ അദ്ദേഹം തപസ്സു ചെയ്തു. ഒടുവിൽ എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് ഗംഗാനദിയെ പാതാളത്തിൽ എത്തിക്കുകയും സാഗരപുത്രന്മാരായ തൻ്റെ പിതാമഹന്മാരെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ഭഗീരഥനാണ് ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലും പിന്നീട് പാതാളത്തിലും എത്തിച്ചത് എന്നതാണ് പുരാണ പരാമർശം. ഇത്തരത്തിൽ തൻ്റെ പൂർവികർക്കു വേണ്ടി നിരവധി വർഷങ്ങൾ തപസ്സനുഷ്ഠിക്കുകയും എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യുകയും ചെയ്ത ഭഗീരഥൻ്റെ ആ പ്രയത്നത്തെയാണ് ഇങ്ങനെ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അതികഠിനമായ പരിശ്രമം എന്നതാണ് ഈ ശൈലിയുടെ അർത്ഥം. ഭഗീരഥ പ്രയത്നം എന്ന ഈ പാഠഭാഗം ഡോക്ടർ വല്യത്താൻ്റെ അനുഭവക്കുറിപ്പാണ്. അദ്ദേഹം നിർമ്മിച്ച ഒരു ഹൃദയ വാൾവ്, കൃത്രിമ വാൾവിനെ സംബന്ധിച്ചാണ് ഈ പാഠഭാഗം. നിരവധി തവണ ആ ശ്രമം പരാജയപ്പെടുകയും എന്നാൽ ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം താൻ ആഗ്രഹിച്ചത് സാക്ഷാത്കരിക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നാണ് ഈ അനുഭവക്കുറിപ്പിലൂടെ അദ്ദേഹം പറയുന്നത്. ഇനി പാഠഭാഗം വായിക്കാം. ഭഗീരഥന്റെ പ്രയത്നം പോലെയായിരുന്നു വാൽവ് നിർമ്മാണം. 60,000 വർഷം പ്രയത്നിച്ചിട്ടും ഫലമില്ലാതെ ഭഗീരഥൻ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങിയ സ്ഥിതി. 1982 വാൽവ് വികസിപ്പിക്കാനുള്ള ശ്രമം ശ്രീചിത്രയിൽ തുടങ്ങുന്നത്. നീണ്ട 7 വർഷം വേണ്ടിവന്നു ശ്രീചിത്ര വാൽവ് സഫലമാകാൻ. ആദ്യ 3 മോഡലും പരാജയപ്പെട്ടു. 1 ഡസൻ ആടുകളിൽ പരീക്ഷിച്ച ശേഷമാണ് വാൽവ് ശരിയായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാനായത്. തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഈ കാലഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് കൂടി താങ്ങാൻ കഴിയാവുന്ന രീതിയിലൊരു ഹൃദയ വാൾവ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത് 1982. 3 തവണ ഈ പരീക്ഷിച്ചപ്പോഴും അത് പരാജയപ്പെട്ടു. ആ മോഡൽ പരാജയപ്പെട്ടു. 7 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വാൽവ് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. വാൽവ് വികസന ശ്രമത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിലെ മുതിർന്ന ഡോക്ടർമാർ പോലും
പരസ്യമായി അങ്ങനെ പ്രതികരിച്ചിരുന്നു. അതൊക്കെ വലിയ വേദനയുണ്ടാക്കിയെങ്കിലും എനിക്ക് ലക്ഷ്യം നേടാനുള്ള വലിയ പ്രേരണയായി ഓരോ എതിരഭിപ്രായവും മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു കൃത്രിമ വാൾവ് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൽ അദ്ദേഹത്തെ ഏറ്റവും വിഷമിപ്പിച്ചത് മുതിർന്ന ഡോക്ടർമാർ പോലും ഇത്തരത്തിൽ പരസ്യമായി പറഞ്ഞു, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ. അപ്പോൾ കൂടെയുള്ള ഒരേ തൊഴിൽ ചെയ്യുന്ന അദ്ദേഹം തനിക്ക് വേണ്ട രീതിയിൽ അവരെല്ലാം സഹായിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുമെന്നോ കരുതുന്നവർ പോലും ഇത്തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ വേദനയുണ്ടാക്കും. പലപ്പോഴും താൻ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയണമെന്നൊക്കെ തോന്നും. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് എല്ലാം ഇങ്ങനെ കേൾക്കുന്ന ഓരോ എതിരഭിപ്രായവും ലക്ഷ്യം നേടാനുള്ള വലിയ പ്രേരണയായി എന്നാണ് പറയുന്നത്. വാൽവിൻ്റെ ഫ്രെയിം ക്രോമിയം കൊബാൾട്ട് അലോയ് ആയിരുന്നു. വിമാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന അലോയ് ആണ്. ഡിസ്കിനുള്ള മെറ്റീരിയൽ ലൈറ്റ് പ്ലാസ്റ്റിക് ആയിരുന്നു. അൾട്രാ ഹൈ പോളി എത്തിലിൻ എന്നാണ് വ്യവസായ ലോകത്ത് ഇത് അറിയപ്പെടുന്നത്. അക്കാലത്ത് ഈ അലോയ് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എങ്കിലും വേണ്ടി വന്നാൽ അത് നിർമ്മിച്ചു തരാമെന്ന് മിശ്രധാതു നിഗത്തിന്റെ അധികൃതർ എനിക്ക് ഉറപ്പു തന്നിരുന്നു. കൃത്രിമ വാൾവ് മെറ്റൽ ഫ്രെയിമിൽ തുന്നിച്ചേർക്കാനുള്ള പ്ലാസ്റ്റിക് ഫാബ്രിക് നിർമ്മിച്ചു തന്നത് കോയമ്പത്തൂരിലെ സൗത്ത് ഇന്ത്യ ടെക്സ്റ്റൈൽ അസോസിയേഷൻ ആയിരുന്നു. പരീക്ഷണശാലയിൽ വിജയം ഉറപ്പായ വാൾവ് പിന്നീട് വാണിജ്യ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചത് മദ്രാസിലെ TTK ആയിരുന്നു. ഇന്ന് 1,50,000-ലേറെ പേർ ആ വാൽവുമായി ജീവിക്കുന്നു. ഏതു പരീക്ഷണത്തിലെയും പരാജയങ്ങളെപ്പറ്റി ആരും എഴുതാറില്ല. ശ്രീചിത്രയിലെ ഹൃദയവാൽവിനു വേണ്ടി 7 വർഷം തുടർച്ചയായ ഗവേഷണം. ഇതിനിടെ 3 മോഡൽ പരാജയപ്പെട്ടു. ഒരു ഇംഗ്ലീഷ് വാരിക വളരെ മോശമായി ഞങ്ങളെ അധിക്ഷേപിച്ച് ഫീച്ചർ എഴുതി. ഈ വാൽവ് നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വിമാനത്തിലും മറ്റും ഉപയോഗിക്കുന്ന അലോയ് ആയിട്ടുള്ള ക്രോമിയം കൊബാൾട്ട് അലോയ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ ഇതിൽ പലതും വ്യവസായ അടിസ്ഥാനത്തിൽ ഇറക്കുമതിയാണ് ചെയ്തിരുന്നത്. എങ്കിലും അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നത് മിശ്രധാതു സിഗത്തിന്റെ അധികൃതർ വേണമെങ്കിൽ അത് നിർമ്മിച്ചു തരാമെന്നും അവർ പറഞ്ഞിരുന്നു. പിന്നീട് പരീക്ഷണശാലയിൽ ഈ കൃത്രിമ വാൽവ് വിജയിച്ചപ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചത് മദ്രാസിലുള്ള TTK ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം 1,50,000-ലേറെ പേർ ഈ വാൽവുമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു കൃത്രിമ വാൽവ് ഉണ്ടാക്കാൻ 7 വർഷത്തോളം നീണ്ട ഗവേഷണമാണ് അദ്ദേഹം നടത്തിയത്. ഈ ഗവേഷണത്തിന് പലപ്പോഴും എതിരഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് വാരിക അവരെക്കുറിച്ച് മോശമായി പോലും എഴുതുകയുണ്ടായി. അപ്പോൾ കാര്യം അറിയുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ പരിശ്രമങ്ങളുടെ വില അറിയുന്നതിന് മുന്നേ തന്നെ പലരും പഴിചാരാനാണ് ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കുന്നതുവരെ ശാസ്ത്രജ്ഞർ കളിയാക്കലുകൾക്ക് വിധേയരായിരുന്നല്ലോ. കളിയാക്കിയവർ ഒരു കാര്യം ഓർത്തില്ല. പരാജയപ്പെട്ട പരീക്ഷണങ്ങളില്ലാതെ ആരും സ്വന്തമായി ഒന്നും വികസിപ്പിച്ചിട്ടില്ല. അഥവാ പരാജയമറിയാതെ ഞങ്ങൾ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് താനും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വലിയ വലിയ ശാസ്ത്രജ്ഞർക്ക് പോലും ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഒരു പരീക്ഷണം നടത്തി അത് വിജയിക്കുന്നത് വരെ, അതുമല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് ഒരു ഉപഗ്രഹം അയച്ച് അത് വിജയിക്കുന്നത് വരെ ചിലപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ താനും അത്തരത്തിലുള്ള കളിയാക്കലുകൾ, പലപ്പോഴും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു, പഴി കേൾക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അല്ലെ, പരിശ്രമിക്കുന്നവരെ, വിജയിക്കുന്നവരെ, എപ്പോഴും വിജയിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വിജയശ്രീലാളിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നതിന് മുൻപേ അതിന് പുറകിൽ അദ്ദേഹം ഏൽക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ആ വ്യക്തി ഏൽക്കേണ്ടി വന്ന, അല്ലെങ്കിൽ കടന്നു വന്ന മുള്ളും കല്ലും നിറഞ്ഞ ആ പാതകളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു, അല്ലെങ്കിൽ പരാജയമില്ലാതെ ഒരു സാങ്കേതിക വിദ്യ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് എന്നാണ്. ഏതൊരു കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും ധാരാളം പരാജയങ്ങളുണ്ട്. ആ പരാജയങ്ങളില്ലാതെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്.
നമ്മുടെ ശാസ്ത്രലോകത്തെ പല കണ്ടുപിടുത്തങ്ങളും അത്തരത്തിലാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഭർതൃഹരിയുടെ നീതിശതകത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണ് ഓർമ്മ വരുന്നത്. നീചർ വിഘ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ ഒരിക്കലും ഒരു കാര്യം തുടങ്ങുന്നില്ല. മധ്യമർ വിഘ്നമുണ്ടാകുമ്പോൾ തങ്ങൾ തുടങ്ങിയ കൃത്യം ഉപേക്ഷിക്കുന്നു. ഉത്തമരാകട്ടെ നിരന്തരം വിഘ്നമുണ്ടായാലും തുടങ്ങിയ കൃത്യത്തിൽ നിന്ന് ഒരു കാലത്തും മാറുന്നില്ല. ഭർതൃഹരി എഴുതിയ നീതിശതകത്തിൽ ഇത്തരത്തിലൊരു ശ്ലോകമുണ്ട്. മനുഷ്യരെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഉത്തമർ, മധ്യമർ, നീചർ. അതിൽ ഏറ്റവും ഒടുവിലത്തെ വിഭാഗം നീചർ വിഘ്നങ്ങൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും എന്ന പേടി കൊണ്ട് തന്നെ ഒരു കാര്യവും തുടങ്ങില്ല. ഇനി മധ്യമത്തിൽ നിൽക്കുന്നവരാകട്ടെ അവരൊരു ശ്രമം തുടങ്ങും, പക്ഷേ ഒരു തടസ്സം നേരിടുമ്പോൾ അത് താൻ തുടങ്ങി വെച്ച കാര്യം പകുതി വഴിക്ക് വെച്ച് നിർത്തും. എന്നാൽ ഉത്തമരായിട്ടുള്ള മനുഷ്യരാകട്ടെ എത്ര തന്നെ നിരന്തരം വിഘ്നമുണ്ടായാലും എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും തൻ്റെ കൃത്യത്തിൽ നിന്ന് ഒരു കാലത്തും പിന്മാറുകയില്ല. നീതിശതകത്തിലെ ഈ വാക്യം അദ്ദേഹത്തിന് എന്നും പ്രചോദനമായിരുന്നു എന്നാണ്. ആരൊക്കെ തടസ്സം നിന്നാലും തുടങ്ങി വെച്ചൊരു കാര്യം അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുക, അങ്ങനെ പരിപൂർണതയിൽ എത്തിച്ച ഒരു സംഭവത്തെ സാധാരണ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാക്കി മാറ്റുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. അതൊരു ആരോഗ്യരംഗത്ത് തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിച്ച കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭാവന വൈദ്യശാസ്ത്ര രംഗത്ത് നൽകിയ ഡോക്ടർ MS വല്യത്താൻ്റെ ഈ അനുഭവം എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ ഓർമ്മക്കുറിപ്പിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ കൂടി മനസ്സിലാക്കാം. ബന്ധം കണ്ടെത്തുക. ഉത്തമരാവട്ടെ നിരന്തരം വിഘ്നമുണ്ടായാലും തുടങ്ങിയ കാര്യത്തിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. നീതിശതകത്തിലെ ഈ വാക്യം പാഠഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ വിശദമാക്കുക. ഡോക്ടർ MS വല്യത്താൻ്റെ ജീവിതാനുഭവം പരാജയങ്ങളിൽ തളരാതെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന ഒരു മഹാന്റെ കഥയാണ്. ഹൃദയവാൽവ് നിർമ്മാണത്തിൽ അദ്ദേഹം 3 തവണ പരാജയപ്പെട്ടെങ്കിലും ആ പരാജയങ്ങൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല. കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും കൊണ്ട് അദ്ദേഹം തൻ്റെ ലക്ഷ്യം നേടിയെടുത്തു. സമൂഹത്തിൻ്റെ വിമർശനങ്ങളെയോ പരിഹാസങ്ങളെയോ ഭയന്ന് പ്രവർത്തനം ഉപേക്ഷിക്കാതെ അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോയി. ഈ അനുഭവക്കുറിപ്പ് പരാജയം വിജയത്തിലേക്കുള്ള വഴിയിലെ ഒരു ഘട്ടം മാത്രമാണെന്ന ബോധം പുതിയ തലമുറയ്ക്ക് നൽകുന്നു. നീതിശതകത്തിലെ വാക്യം ഈ പാഠഭാഗവുമായി പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാത്തവരാണ് യഥാർത്ഥ ഉത്തമർ എന്ന ആശയം ഡോക്ടർ വല്യത്താൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നു. സമൂഹത്തെ ഭയന്ന് പ്രവർത്തനം ഉപേക്ഷിക്കുന്നവർക്ക് വിജയം കൈവരിക്കാനാവില്ലെന്നും തുടങ്ങിയ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ വിജയത്തിലെത്താനാകൂ എന്നും ഈ പാഠഭാഗം ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: ശൈലീ നിഘണ്ടു തയ്യാറാക്കാം. ഭഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. ഇത്തരത്തിലുള്ള കൂടുതൽ ശൈലികൾ ശേഖരിച്ച് ഒരു ലഘു ശൈലീ നിഘണ്ടു തയ്യാറാക്കുക. ശൈലീ നിഘണ്ടു തയ്യാറാക്കാൻ ഏതാനും ചില ശൈലികളും അവയുടെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ചോര നീരാക്കുക, അത്യധികം പ്രയത്നം ചെയ്യുക, കൈകെട്ടിയിരിക്കുക, ഒന്നും ചെയ്യാതെ ഇരിക്കുക, പാറ പോലെ ഉറച്ചു നിൽക്കുക, തളരാതെ നിലകൊള്ളുക, കാറ്റിനെതിരെ നീന്തുക, പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നേറുക, വെള്ളത്തിൽ വരച്ച വര, നിലനിൽക്കാത്ത കാര്യം, കണ്ണിൽ പൊടിയിടുക, വഞ്ചിക്കുക, അജഗജാന്തരം, വളരെ വലിയ വ്യത്യാസം, തേടിയ വള്ളി കാലിൽ ചുറ്റി, അന്വേഷിച്ച കാര്യം സ്വന്തം അടുത്ത് തന്നെ ലഭിക്കുക, ആകാശക്കോട്ട കെട്ടുക, അസാധ്യമായ സ്വപ്നങ്ങൾ കാണുക, ഉപ്പു തൊട്ട് കർപ്പൂരം വരെ, ചെറിയതിൽ നിന്ന് വലുതുവരെ. കൂടുതൽ ശൈലികൾ കൂട്ടിച്ചേർത്ത് ശൈലീ നിഘണ്ടു തയ്യാറാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം വായിക്കാം. പ്രഭാഷണം: നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും നമ്മെ ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ സഹായിക്കും. ജീവിത വിജയം നിശ്ചയദാർഢ്യത്തിലൂടെ എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. ആദ്യം സദസ്യരെ സംബോധന ചെയ്യുക, തുടർന്ന് വിഷയം അവതരിപ്പിക്കുക. ആമുഖത്തോടുകൂടി നമുക്ക് പ്രഭാഷണം ആരംഭിക്കാവുന്നതാണ്. മനുഷ്യജീവിതത്തിൽ വിജയം എന്നത് ഒരു ഭാഗ്യ സംഭവമല്ല. അത് കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമാണ്. ജീവിതപാതയിൽ ഓരോരുത്തർക്കും പരാജയങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നാം വീഴും, തളരും. എന്നാൽ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ് നിശ്ചയദാർഢ്യം.
എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം നമ്മെ വീണ്ടും ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിശ്ചയദാർഢ്യമുള്ള ഒരാൾ തടസ്സങ്ങളെ ഭയപ്പെടില്ല. അവൻ ഓരോ പരാജയത്തെയും ഒരു പാഠമാക്കി മാറ്റും. കഠിന സാഹചര്യങ്ങളിൽ പോലും ലക്ഷ്യം മറക്കാതെ മുന്നേറുന്നവരാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നത്. വിജയം ഒരു നാൾ കൊണ്ട് ലഭിക്കുന്നതല്ല, അത് നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. കുട്ടികളായ നമുക്ക് പഠനത്തിലും ജീവിതത്തിലും ഒരുപോലെ നിശ്ചയദാർഢ്യം ആവശ്യമാണ്. ഞാൻ ശ്രമിക്കും, ഞാൻ വിജയിക്കും എന്ന ചിന്ത മനസ്സിൽ ഉറപ്പിച്ചാൽ ഒന്നും അസാധ്യമല്ല. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുമ്പോൾ വിജയം നമ്മെ തേടി വരും. പരാജയം നമ്മെ പഠിപ്പിക്കട്ടെ, പക്ഷേ തളർത്തരുത്. നിശ്ചയദാർഢ്യം നമ്മെ നയിക്കട്ടെ, ആത്മവിശ്വാസം നമ്മെ ഉയർത്തട്ടെ. അങ്ങനെയായാൽ ജീവിത വിജയം തീർച്ചയായും നമ്മുടേതാകും. അടുത്തതായി ഡോക്ടർ PK വാര്യരുടെ ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. സ്മൃതിപർവം എന്നാണ് ആത്മകഥയുടെ പേര്. അതിന് താഴെയായി ഒരു പ്രതികരണക്കുറിപ്പ് കൂടിയുണ്ട്. കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും പഠിക്കുമ്പോഴാണ് അറിവ് പൂർണ്ണതയിലെത്തുക എന്ന ആശയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കൂ. ഉത്തരം: PK വാര്യർ സ്മൃതിപർവം എന്ന തൻ്റെ ആത്മകഥയിൽ പറയുന്ന ആശയം അത്യന്തം പ്രസക്തവും ചിന്താവിഷയവുമാണ്. വൈദ്യനാകാൻ വേണ്ടത് പുസ്തകജ്ഞാനം മാത്രമല്ല, കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നേടിയ അറിവാണ് യഥാർത്ഥ പൂർണ്ണതയിലെത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നല്ല ഗുരുവിൻ്റെ കീഴിൽ വർഷങ്ങളോളം ശാസ്ത്രീയമായി പഠിക്കുകയും പ്രകൃതിയോടൊപ്പം ചേർന്ന് ഔഷധ സസ്യങ്ങളെയും അവയുടെ ഗുണങ്ങളെയും മനസ്സിലാക്കുകയും തുടർന്ന് രോഗികളെ നേരിട്ട് ചികിത്സിച്ചുകൊണ്ട് പ്രായോഗിക പരിചയം നേടുകയും ചെയ്യുമ്പോഴാണ് അറിവ് ജീവിത സത്യമായി മാറുന്നത്. അനുഭവത്തിലൂടെ ലഭിക്കുന്ന പഠനമാണ് മനുഷ്യനെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കുന്നത്. കാണുന്നതും കേൾക്കുന്നതും പരീക്ഷിക്കുന്നതും അനുഭവിക്കുന്നതും ഒരുമിച്ച് ചേരുമ്പോഴാണ് അറിവ് ഉറപ്പിക്കുകയും പ്രയോഗയോഗ്യമാകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠനം എന്നത് പരീക്ഷകൾ ജയിക്കാനുള്ള പ്രക്രിയയല്ല, ജീവിതത്തെ ശരിയായി മനസ്സിലാക്കാനും മനുഷ്യ സേവനത്തിന് ഉപകാരപ്പെടാനും സഹായിക്കുന്ന ദീർഘകാല യാത്രയാണെന്ന് ഈ പാഠഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പാഠഭാഗത്തിൻ്റെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.